കർത്താവ് സങ്കീർത്തനം പറഞ്ഞാ നിലവിളിച്ചത്. നമ്മൾ എന്നായിരിക്കും നിലവിളിക്കും പറയുന്നത്? ഈ തമ്പുരാന്റെ മുമ്പില് നിലവിളിക്കാൻ നമ്മൾ പഠിക്കണം. ഈ ആത്മീയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമല്ല, ജീവിതത്തിലുടനീളം തമ്പുരാന്റെ മുമ്പില് നിലവിളിക്കാൻ നമ്മൾ പഠിക്കണം. നിലവിളി എന്ന് പറയുന്നത് ഇങ്ങനെ ചുമ്മാ ഒച്ചയുണ്ടാക്കുന്നതല്ല. നിലവിളി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന, ഒരുവന്റെ വേദന മുഴുവനും ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് നിലവിളി എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതം മുഴുവനും, ആ ജീവിതത്തിന്റെ മുഴുവനും വേദനകള് ദൈവമേ എന്നുള്ള ഒരൊറ്റ വിളിയിലുണ്ട്. പഠിക്കണം പ്രിയപ്പെട്ടവർ. നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് നിലവിളിക്കാൻ പഠിക്കണം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളിരുന്ന് നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിലൊക്കെ ഇരുന്ന് നമ്മൾ ഒത്തിരി നിലവിളിക്കുന്നവരാണ്, ഒത്തിരി കരയുന്നവരാണ് നമ്മൾ. നമുക്കൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ചിലവരുടെ എങ്ങനെയാണെന്നറിയാമോ? ഒരു വേദന ഉണ്ടായ, ഒരു ബുദ്ധിമുട്ടുണ്ടായ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, മനസ്സിനൊരു ഭാരം ഉണ്ടായ, വിഷമം ഉണ്ടായ, അപ്പൊ തന്നെ ഒരു മുറിയിലേക്ക് അങ്ങോട്ട് കയറും, വാതിൽ അങ്ങോട്ട് അടയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കമന്നടിച്ച് കട്ടിലേക്ക് കിടക്കും. എന്നിട്ട് ഇതാണ് പരിപാടി. വാതിലടയ്ക്കാൻ കർത്താവ് പറയുന്നുണ്ട്, നീ കഥ കടക്കണം, വാതിലടക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? നീ കർത്താവിന്റെ അടുത്ത് നിന്റെ വേദനകൾ പങ്കുവെക്കണം, പ്രാർത്ഥിക്കണം. അല്ലെ? പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും കർത്താവ് പറയുന്ന കാര്യം ഇത് തന്നെ. നമ്മുടെ നിലവിളികള് എങ്ങുമെത്താതെ ആർക്കും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. നിന്നേ അച്ഛ, ഒന്ന് നിന്നേ, നമ്മളത് തിരക്കട്ടെ അവിടെ. അച്ഛൻ നിന്ന്, എന്റെ വേദന ഒന്ന് എന്റെ പ്രശ്നം ഒന്ന് കേട്ടിട്ട് പോ. ഇത് വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ, ദൈവമല്ലേ പ്രവർത്തിക്കണ്ടേ? മനുഷ്യർ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ, പ്രവർത്തിക്കേണ്ട ദൈവമല്ലേ. പറയാ അമ്മച്ചി, അച്ഛൻ പ്രാർത്ഥിക്കാം. ഇത് ചങ്കിന്റെ വേദനയാണ്. ഇതിങ്ങനെ എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ആരെ കണ്ടാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരുടെ മുമ്പിലും നമ്മൾ ഇത് വിളമ്പി വെച്ചിട്ട് ഇരുന്ന് കരയും. ഹല്ലേലൂയ. തകർക്കപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോ നമ്മെ പോലെ തകർക്കപ്പെട്ട കർത്താവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഈശോ നിലവിളിച്ചതുപോലെ നിലവിളിക്കണം. ശരീരത്തിൽ അടിയേൽക്കാത്തൊരിടവുമില്ല, മുറിയപ്പെടാത്ത ഭാഗമില്ല. താടിമീശ പിടിച്ചു പറിച്ചു, അല്ലെ? വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടു, എന്നിട്ട് കുരിശിൽ തറച്ചിട്ടേക്കുക. അവിടെ കടന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ പോലെ ഈശോയും നിലവിളിച്ചതാണ്. ഈശോ നിലവിളിച്ചു. എങ്ങനെയാ നിലവിളിച്ചേ? ലാമാ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ബാക്കി പറ. എന്തുകൊണ്ട്? നമ്മളും പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ, ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ തിരസ്കരിച്ചു, ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ മാറ്റി, എന്നൊക്കെ നമ്മളും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇത് ദൈവത്തോടല്ല പറയുന്നേന്നുള്ളൂ, ഇത് തമ്പുരാന്റെ അടുത്തേക്കല്ല ഈ നിലവിളി ഉയരുന്നേന്നുള്ളൂ. ഈശോ ശ്രദ്ധിക്കണം. ഈശോ എന്റെ ദൈവമേ, എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോ ചങ്കിന്റെ വേദനയും തീരാ ദുഃഖവും നൊമ്പരവും, അപ്പോൾ കടന്നു പോകുന്ന മനസ്സിന്റെ പിരിമുറുക്കങ്ങളും നൊമ്പരങ്ങളൊക്കെ ഉയരുമ്പോ അങ്ങോട്ട് പോകുന്ന പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് ദൈവ വചനത്തിന്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ നിലവിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, കർത്താവിന്റെ നിലവിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് സങ്കീർത്തനം പറഞ്ഞാ നിലവിളിച്ചത്. നമ്മൾ എന്നായിരിക്കും നിലവിളിക്കും പറയുന്നത്? പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു നിലവിളിയുണ്ട്. എല്ലാവരും നിലവിളിക്കുന്നവരാണ്. ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവില് അതുപോലെ നിലവിളിക്കുന്നവരും അതുപോലെ ഭാരപ്പെടുന്നവരും അതുപോലെ നൊമ്പരപ്പെടുന്നവരൊക്കെയാണ്. പക്ഷെ ഈശോ തന്റെ നിലവിളിയുടെ നടുവില്, തന്റെ കണ്ണുനീരിന്റെ നടുവില് ഈശോ നിലവിളിച്ചത് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടാണ്. ഈശോയുടെ അധരങ്ങളിൽ നിന്ന് ചങ്കുലയ്ക്കുന്ന സമയത്തും വന്നത് ദൈവസ്വരമാണ്. അതാണ് വ്യത്യാസം. ഈ നിലവിളിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. നമ്മൾ നിലവിളിക്കണം. ഞാൻ പറയാം, നമ്മൾ ഈശോയുടെ മുമ്പിൽ നിലവിളിക്കാൻ പഠിക്കണം. നിലവിളിക്കുമ്പോ ആ നിലവിളിയിൽ വരേണ്ടതും ദൈവസ്വരം.